ഇതാണ് നാരങ്ങ വിളക്ക്, നാരങ്ങ ദീപം എന്ന് പറയും. നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദീപമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞാൽ ദുരിതദോഷങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ട് പൊങ്കാല സമർപ്പിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ അന്ന് ജനസാഗരമൊരിക്കുള്ളൂ ഉള്ളത്. നമ്മൾ ആറ്റുകാലിൽ വരുമ്പോൾ എപ്പോഴും തിരുവനന്തപുരം സെൻറ്ററിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്കുള്ള ബസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വരണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാലിൽ ട്രെയിന് വരുന്നവരെപ്പോഴും നേരത്തെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇടുക, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. പിന്നെ ഇവിടെ അടപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ സ്ഥലമൊക്കെ കണ്ടെത്താം. ഇതൊക്കെയാണ് ആറ്റുകാൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ആറ്റുകാൽ മഹോത്സവത്തിൻ്റെ കാപ്പ് കൊട്ടി കുടിയിരുത്തൽ അത് മാർച്ച് 5. പിന്നെ കുത്തിയോട്ട വൃതാരംഭം, കപ്പൊഴിച്ച് കുടിയിളക്കുന്നത്, പൊങ്കാലടുപ്പിൽ തീ കൊടുക്കുന്നത് മാർച്ച് 10 വ്യാഴാഴ്ച 10:25. അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ മഹാദേവി ക്ഷേത്രം. നമ്മൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയാണ് ഈ വരുന്ന ഏപ്രിൽ 13 ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പൊങ്കാലയാണ് ഈ വരുന്ന മാർച്ച് 13. അതിൻ്റെ അവിടെ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നമുക്കറിയാം. നമ്മൾ ആറ്റുകാൽ അമ്പലത്തേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയണത്. ഇവിടെ എല്ലാവരും ഇപ്പോൾ മഴയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എല്ലായിടത്തും വെള്ളം ഒക്കെ വന്ന് ആകെ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുക. പിന്നെ ഇവിടേക്ക് ഇഷ്ടികകൾ അങ്ങനത്തെ കാര്യങ്ങൾ, പൊങ്കാലടപ്പിന് വേണ്ട ഇഷ്ടികകൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോയി നോക്കാം അവിടുത്തെ എന്തായിരുന്നു ഒരുക്കങ്ങൾ. ഇതാണ് പ്രശസ്തമായ ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഇവിടെ നിന്ന് ഞായറാഴ്ച നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പൊങ്കാലക്കുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഇതാണ്. ആറ്റുകാലിൽ മാത്രം കണ്ടപ്പെടുന്ന നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഒരു വഴിപാട്. ഇത് നമ്മൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ മാത്രം കാണുള്ളൂ ഈ നാരങ്ങ വിളക്ക് വഴിപാട്. ഈ നാരങ്ങ വിളക്ക് വഴിപാടിനെന്ന് പറയുമ്പോൾ 10 രൂപ, പിന്നെ നാരങ്ങാഹാരം, അങ്ങനെ ഓരോരോ വഴിപാട് വന്നത്. ഇത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം വഴിപാടാണിത്. ഇതിപ്പോൾ ഈ ടൈം ഒരു 4 മണിയാണ്. ഇത് വൈകിട്ടാവുമ്പോൾ നാരങ്ങയിൽ കത്തിച്ച് നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാൻ. ശരിക്കും ആറ്റുകാലമ്മയുടെ പ്രത്യേക വഴിപാട് കൂടിയാണത്. ഇവിടെ പൊങ്കാല പ്രമാണിച്ച് ഇവിടെ ഭയങ്കര വലിയ ക്യൂ ഒക്കെ ഇരിക്കുള്ളൂ. 2 ലക്ഷം ആൾക്കാരാണ് ഒരു ടൈമിൽ തന്നെ വരുന്നതെന്നാണ് പറയുന്നത്. ഏഷ്യയിലെ തന്നെ റെക്കോർഡാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പൊങ്കാലാണ് പ്രത്യേകം വരിക. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും നല്ലോണം 2 ലക്ഷം പേർക്ക് വരുന്ന ക്യൂവിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. പൊങ്കാല പ്രമാണിച്ച് നല്ല നല്ല ക്യൂ ആണ് ഇവിടെ നടത്തി വെക്കുന്നത്. ക്യൂ നിൽക്കാൻ വേണ്ടി ജനസാഗരങ്ങളാണ് വരുന്നത്. പൊങ്കാല പ്രമാണിച്ച് ഇന്ന് പക്ഷേ ഞായറാഴ്ച നല്ല തിരക്കില്ല. ഇനി അടുത്ത മാർച്ച് 13 ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനേക ലക്ഷം സ്ത്രീകളായിരിക്കുള്ളൂ ഇവിടെ പൊങ്കാലിടാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആണ്. ഇതാണ് നമ്മുടെ ദേവിയുടെ കുളം. ദേവി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. മൊത്തം മഴ കാരണം ഫുള്ള് അല്ലാനിപ്പോൾ സ്റ്റക്കായിരിക്കണം. പൊങ്കാല വിശേഷങ്ങളിൽ ഇപ്പം മഴ കാരണമാണ് ഇങ്ങനെ ഓരോരോ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13 ഇപ്പോൾ വ്യാഴാഴ്ചയാണ്. അപ്പം അതിൻ്റെ ഓരോരോ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കുള്ളൂ. ഫുള്ള് ജനസാഗരം ഇരിക്കുള്ളൂ അന്ന്. അതും സ്ത്രീകളെ ശബരിമല എന്നുള്ള ആറ്റുകാൽ ദേവിനെ അറിയപ്പെടുന്നത്. അപ്പോൾ വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇവിടെ ദീപ് ഇപ്പോൾ തെളിയിക്കും, നട തുറക്കും. ഇപ്പം 4 മണിയായിട്ടുള്ള സമയം. നാരങ്ങ ദീപം
നാരങ്ങ കത്തിക്കൽ വിളക്കാണ് കാണുന്നത്. ഇതൊക്കെ നന്നായി ദേവീ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കാണുന്നത്.